ട്രംപ് തലങ്ങും വിലങ്ങും ബെഞ്ചമിൻ നെതന്യാഹുവിനെ വാക്കുകൾ കൊണ്ടങ്ങ് ആക്രമിച്ചു പൂശി. PC ജോർജിൻ്റെയും മണിയാശാൻ്റെയും ഒക്കെ ഒരു വാക്കുകളെ കടമെടുക്കുന്ന രീതി, അത് ഇംഗ്ലീഷിലാകട്ടോ. അമേരിക്കയിൽ ട്രംപിന് മാത്രം വഴങ്ങുന്ന ചില നാട്ടുഭാഷയിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ പുലഭ്യം പറഞ്ഞു, അസഭ്യ വർഷത്താൽ മൂടി എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, നമ്മൾ ഇറാനും ഇസ്രായേലും പരസ്പരം അടിച്ചതിനെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തു. ഇനി ഈ വെടിനിർത്തലുണ്ടായ ഏപ്രിൽ 8-ന് ശേഷം ഇറാനും ഇസ്രായേലും പ്രത്യാക്രമണങ്ങൾ നടത്തുന്നത് ആദ്യമാണ്. ഇപ്പോൾ ഇറാൻ സായുധ സേനാ കമാൻഡ് അറിയിച്ചിരിക്കുന്നത് ഇസ്രായേലിനെതിരെ നടത്തിവന്ന സൈനിക നടപടികൾ അവസാനിപ്പിച്ചുവെന്നാണ്. എന്നാൽ ലെബനന് മേലുള്ള ആക്രമണം ഇസ്രായേൽ തുടരുകയാണ് എങ്കിൽ ഇതിലും ശക്തമായി തിരിച്ചടി നൽകുമെന്ന കടുത്ത മുന്നറിയിപ്പും ഇറാൻ നൽകിയിട്ടുണ്ട്. ലെബനനിലെ നിലവിലെ സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് എന്നും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് വീണ്ടും ഒരു പ്രകോപനമുണ്ടായാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും എന്നുമാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. പന്ത് ഇസ്രായേലിന്റെ കോർട്ടിലേക്ക് അടിച്ചിട്ടിരിക്കുകയാണോ ഇറാൻ? ഇനിയൊരു ആക്രമണമുണ്ടായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇസ്രായേലിനായോ? പന്ത് ഇസ്രായേലിൻ്റെ കോർട്ടിലാണ്. വിവിധങ്ങളായ കാരണങ്ങളാൽ ഇപ്പോൾ ഈ നിമിഷം അത് മാറാം. പക്ഷേ നിലവിൽ ഇസ്രായേൽ തന്നെയാണ് അൾട്ടിമേറ്റ്ലി തീരുമാനിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ലെബനനിൽ ഇസ്രായേൽ ഇപ്പോൾ തുടരുന്ന ആക്രമണം വീണ്ടും തുടരേണ്ടതുണ്ടോ? ഇസ്രായേൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ തുടരും. ബെയ്റൂട്ടിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്നും അല്ലെങ്കിൽ തെക്കൻ ലെബനനിൽ നിന്നും ഹിസ്ബുള്ളയുടെ മിസൈലുകൾ, റോക്കറ്റുകൾ നിരന്തരം ഇസ്രായേലിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പതിക്കുന്നു. അതൊരു സുരക്ഷാ ഭീഷണിയാണ്. അത് നിലവിലുള്ളിടത്തോളം കാലം തങ്ങൾ ലെബനീസ് മേഖലകളെ, ഹിസ്ബുള്ള താവളങ്ങളെ ആക്രമിച്ചു കൊണ്ടേയിരിക്കും. ഇതാണ് ഇസ്രായേലിൻ്റെ നിലപാട്. ഇനി രണ്ടാമത്തെ കാര്യത്തിലും തീരുമാനമെടുക്കേണ്ടി വരും. ഇറാനോടുള്ള ഇസ്രായേലിൻ്റെ നിലപാട് എന്താവണം? നിരന്തരം ഇറാനിൽ നിന്ന് ആക്രമണം, കഴിഞ്ഞ ദിവസവും ആക്രമണം സംഭവിച്ചല്ലോ. അതെന്താണ്? ലെബനനിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ്. ഇപ്പം ഇറാൻ എപ്പോഴെല്ലാം ഇസ്രായേലിനെ ആക്രമിച്ചിട്ടുണ്ടോ അതിന് വ്യക്തമായ കാരണം പറഞ്ഞിട്ടുണ്ട്. മുൻപ് ആക്രമണം നടന്നത് രണ്ട് വർഷം മുൻപും കഴിഞ്ഞ വർഷമൊക്കെ ആക്രമണം നടന്നത് ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന നരനായാട്ടിലുള്ള പ്രതിഷേധം. അത് ഇസ്രായേൽ ആക്രമിക്കപ്പെട്ടത് ഇറാനാൽ മാത്രമല്ല, ഹൂതികൾ ആക്രമിച്ചു. തെക്ക് യമനിൽ നിന്നുകൊണ്ട് ഹൂതികളുടെ മിസൈലുകൾ പാഞ്ഞു. വടക്ക് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ആക്രമണമുണ്ടായി. ഇറാൻ്റെ ഭാഗത്തു നിന്ന് കിഴക്ക് നിന്നും ആക്രമണമുണ്ടായി ഇസ്രായേലിന് നേരെ. അപ്പോൾ ഇസ്രായേൽ നടത്തുന്ന ചില നീക്കങ്ങൾ, അത് ഡിസ്പ്രപ്പോർഷനേറ്റ് യൂസ് ഓഫ് ഫോഴ്സ്, അത് രണ്ട് രീതിയിലാണ് കാണേണ്ടത്. വെസ്റ്റ് ബാങ്കിൽ നടക്കുന്ന അധിനിവേശം, അതായത് വെസ്റ്റ് ബാങ്കിൻ്റെ ഒരു ഡെമോഗ്രാഫിക് കോമ്പസിഷൻ തന്നെ മാറിപ്പോവുകയാണ്. ഇത് പലസ്തീനിയൻ അതോറിറ്റിയുടെ കീഴിലാണെന്ന് പറയുമ്പോഴും ഇസ്രായേലി സെറ്റിൽമെൻറ്റ്സ്, കിബുട്സ് വലിയ തോതിൽ ആക്റ്റീവാണ്. അപ്പോൾ അവരുടെ ലാൻഡ് എൻക്രോച്ച്മെൻറ്റ് പോളിസി അതാണ്. പക്ഷേ ഗാസയിൽ അങ്ങനെയായിരുന്നില്ല. ഗാസയിൽ ഒരു ഭരണകൂടം, ഹമാസിൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ വിരുദ്ധ ഒരു ഭരണകൂടം ഇറാൻ്റെ പിന്തുണയോടുകൂടി നിലനിന്നു. ഒരു വൻതോതിൽ അമേസിംഗ് ഓഫ് ആംസ് ആൻഡ് അമ്യുനേഷൻസ് ആൻഡ് ബിൽഡിംഗ് ഓഫ് ടണൽസ്, ഇതിലൂടെയാണ് അവർ പ്രതിരോധിച്ചു നിന്നത്. അപ്പം അതും ഇപ്പോൾ പഴങ്കഥയായി മാറിയിരിക്കുന്നു. അപ്പം നിരന്തരം ഇസ്രായേൽ ഈസ് യൂസിങ് ഫോഴ്സ് എഗൻസ്റ്റ് Arab Palestinians and also the Shia militia called Hezbollah. ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അസ്വീകാര്യമായ ഒന്നാണ്. അതിൻ്റെ രീതിശാസ്ത്രവും നീതിശാസ്ത്രവും നോക്കിയാൽ ഒരു പക്ഷേ അത് നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർക്ക് വിചാരിക്കാൻ സാധിക്കും, ഇറാന് അവിടെ എന്ത് കാര്യം? ഇറാൻ എന്തിനാണ് പ്രോക്സികൾ? മറ്റ് രാജ്യങ്ങൾക്കൊന്നും പ്രോക്സികളില്ലല്ലോ. ഇറാന് മാത്രം കുറേ പ്രോക്സികൾ, ഹൂതീസ്, ഹിസ്ബുള്ളാസ്, ഹമാസ്, അവരെല്ലാം തന്നെ ഇസ്രായേലിനെതിരെ നീങ്ങുന്നു. അപ്പോൾ അതിനുള്ള ഉത്തരം ഇറാൻ നൽകുന്നത് തങ്ങളൊരു സിവിലൈസേഷണൽ കോസ്റ്റിന് വേണ്ടി നിൽക്കുകയാണ്. ഈ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്, അമേരിക്കൻ വിരുദ്ധ പോരാട്ടത്തിന് ഇസ്രായേലാണ് ഞങ്ങളുടെ ടാർഗറ്റ്. അമേരിക്കൻ താല്പര്യം ആ മേഖലയിൽ പരിരക്ഷിക്കുന്നത് ഇസ്രായേലാണ്. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്കെതിരെയും ഇറാൻ പോരാടുന്നു. കാരണം എന്താണ്? ഗൾഫ് രാജ്യങ്ങൾ കൂടിയാണ് അമേരിക്കയുടെ സേനാ താവളങ്ങളെ അവിടെ വിന്യസിക്കാൻ സഹായിച്ചത്. അതുകൊണ്ട് പോരാടുന്നു. അതിനൊരു ഉത്തരമുണ്ട്. അത് നമുക്ക് പൂർണ്ണമായി സ്വീകരിക്കാൻ, മറ്റൊരു രാജ്യത്തിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ, അത് ഹൂതികളെ വെച്ചോ ഹമാസിനെ വെച്ചോ ഹിസ്ബുള്ളയെ വെച്ചോ ഇടപെടാൻ ഇറാൻ അവകാശമുണ്ടോ എന്നത് മറ്റൊരു ചോദ്യമാണ്. അത് തീർച്ചയായും ആ ചോദ്യം ഉറക്കെ തന്നെ ചോദിക്കേണ്ട ചോദ്യവുമാണ്. പക്ഷേ ഇവിടെ നോക്കൂ, ഇവിടെ സംഘർഷം ഉണ്ടാകാതിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ സംഘർഷം ലഘൂകരിക്കണമെങ്കിൽ ട്രംപ് പറഞ്ഞ മാർഗമാണ് ഒരു പക്ഷേ ഇസ്രായേൽ അഡോപ്റ്റ് ചെയ്യേണ്ടത്. ഞങ്ങളൊരു കരാറിൽ എത്തിക്കോട്ടെ, നിങ്ങൾ തൽക്കാലത്തേക്ക് ഒന്ന് സംയമനം പാലിക്കൂ. ഇസ്രായേലിനോട് ഡൊണാൾഡ് ട്രംപ് പറയുകയാണ്,
പ്ലീസ് വെയിറ്റ്, ഡോണ്ട് പുട്ട് ഗൺസ് എബ്ലൈസ്, അല്ലെങ്കിൽ ഇത് ചെയ്യരുത്, നിങ്ങൾ പോരാടുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, സുരക്ഷയ്ക്ക് വേണ്ടിയാണ് എന്നത് അംഗീകരിക്കുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ലെബനനെതിരെ അല്ലെങ്കിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ, ഇറാനെതിരെ പോരാട്ടം തുടർന്നാൽ ഒരു ഡീലിലെത്താനുള്ള സാധ്യത മങ്ങിപ്പോകും. അതുകൊണ്ട് ഇപ്പോൾ പന്ത് ഇസ്രയേലിൻ്റെ കോർട്ടിലാണ് എന്ന് നിസ്സംശയം പറയാം. ഇസ്രയേലിന് വേണമെങ്കിൽ ഈ പന്ത് അടിച്ച് പറപ്പിച്ച് കളയാം. അങ്ങനെയെങ്കിൽ യുദ്ധം വീണ്ടും കനക്കും. ഇസ്രയേൽ കാട്ടുന്ന എല്ലാ കോമാളിത്തരങ്ങൾക്കും കോപ്രായങ്ങൾക്കും ധിക്കാരങ്ങൾക്കും ട്രംപ് എന്ത് തൽക്കാലം വഴക്ക് പറഞ്ഞാൽ പോലും, തൽക്കാലം എന്ത് ശാസനം നൽകിയാൽ പോലും ആത്യന്തികമായി ഇസ്രയേലിനെ കൈവിടാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത് ഇസ്രയേലിന് നന്നായിട്ടറിയാം. കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ വിചാരിച്ചു ട്രംപ് തലങ്ങും വിലങ്ങും ബെഞ്ചമിൻ നെതന്യാഹുവിനെ വാക്കുകൾ കൊണ്ടങ്ങ് ആക്രമിച്ചു പൂശി. അതായത് PC ജോർജിൻ്റെയും മണിയാശാൻ്റെയും ഒക്കെ ഒരു വാക്കുകളെ കടമെടുക്കുന്ന രീതി, അത് ഇംഗ്ലീഷിലാകട്ടോ, ഇവരൊക്കെ മലയാളത്തിലാണ് ഈ സരസ്വതി കടാക്ഷം ഉള്ളത്. ട്രംപ് നല്ല ഒന്നാന്തരം അമേരിക്കയിൽ ട്രംപിന് മാത്രം വഴങ്ങുന്ന ചില നാട്ടുഭാഷയിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ പുലഭ്യം പറഞ്ഞു, അസഭ്യ വർഷത്താൽ മൂടി എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ടെലിഫോണിക് കോൺവെർസേഷനിൽ. ഇതെല്ലാം പറഞ്ഞാൽ താൻ ഒരാളാണ് ഇത് മുഴുവൻ ചവിട്ടിക്കലക്കുന്നത്, തൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയാണ്, താൻ അധികാര കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയാണ്, ഇത് ഇസ്രയേലിൻ്റെ പോലും താല്പര്യമല്ല, താങ്കളുടെ മാത്രം താല്പര്യമാണ്. അപ്പോൾ പന്ത് ഇസ്രയേലിൻ്റെ കോർട്ടിലാണ് എന്ന് പറയുന്നതിനേക്കാൾ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കോർട്ടിലാണ് ഇപ്പോൾ പന്ത്. അത് അമേരിക്കയ്ക്ക് ഭംഗിയായി കളിച്ച് അമേരിക്ക ഉദ്ദേശിക്കുന്നിടത്ത് അത് എത്തിച്ച് ഇടണമെങ്കിലും ഇസ്രയേൽ നൽകുന്ന പാസ് വളരെ പ്രധാനമാണ്. വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ കാലമാണല്ലോ. നല്ലപോലെ കോർഡിനേഷനോടുകൂടി പാസുകളൊക്കെ നൽകി കൃത്യമായ ആസൂത്രണത്തിൽ കളിച്ചില്ല എങ്കിൽ ഒരു കളിയും ജയിക്കില്ല, ഗോൾ അടിക്കാനാവില്ല. ഇറാനും ആസൂത്രണത്തിലാണ് നിൽക്കുന്നത്. ഇറാൻ അറിയാം, ഒരു ദുർബല ശക്തി, താരതമ്യേന ദുർബലമായ ശക്തി പരമാവധി യുദ്ധം നീട്ടിക്കൊണ്ട് പോയാൽ അവർ ആത്യന്തികമായി വിജയിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ലോകചരിത്രം നൽകുന്ന സൂചന അതാണ്. ആത്യന്തികമായി മറ്റേ ശക്തികൾ ഇടപെടേണ്ടി വരുമല്ലോ. എണ്ണ പ്രതിസന്ധിക്ക് ഒരു ഘട്ടത്തിൽ കൂടുതൽ പോയാൽ ഡോളറിനെതിരെ പോലും മറ്റ് കറൻസികൾ ഉണ്ടാകാം, എണ്ണയ്ക്ക് ബദൽ മാർഗങ്ങൾ കണ്ടെത്തിയേക്കാം. ഇതൊക്കെ ഗൾഫ് രാജ്യങ്ങളെയും ദോഷകരമായി ബാധിക്കും, അമേരിക്കയും ദോഷകരമായി ബാധിക്കും. ഇപ്പോഴത്തെ ലോകക്രമം തന്നെ അങ്ങ് മാറിപ്പോകും. ഇതൊക്കെ ഇറാനും അറിയാം. അതുകൊണ്ട് പരമാവധി പിടിച്ചു നിൽക്കുക, അത് ഇറാൻ്റെ ഗെയിം പ്ലാനാണ്. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, ഇസ്രയേൽ സംയമനം പാലിച്ചാൽ, ലെബനനിലേക്കുള്ള ആക്രമണം നിർത്തിവെച്ചാൽ, അത് ഉപേക്ഷിച്ചാൽ, കൃത്യമായൊരു കരാറിലൂടെ ആദ്യം ലെബനൻ ഇസ്രയേൽ കരാർ പ്രാവർത്തികമാകണം. ലെബനൻ്റെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഗദ്ഗദകണ്ഠനായി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇറാനോട് പറയുകയാണ്, ഞങ്ങളുടെ പേരിൽ നിങ്ങൾ മുതലക്കണ്ണീർ ഒഴുക്കുകയാണെങ്കിൽ ഞങ്ങളാണ് സഫർ ചെയ്യുന്നതെന്ന് ഓർക്കണം. ഞങ്ങളുടെ ഭൂമിയിൽ നിലവിലുള്ള ഹിസ്ബുള്ള അവരെ സഹായിക്കാൻ എന്ന പേരിൽ നിങ്ങൾ നടത്തുന്ന എല്ലാ കാര്യങ്ങളും, നിങ്ങൾ ഇസ്രായേലിനെതിരെ ഉൾപ്പെടെ നടത്തുന്ന ആക്രമണങ്ങൾക്ക് പീഡനം അനുഭവിക്കേണ്ടി വരുന്നത്, താടനം അനുഭവിക്കേണ്ടി വരുന്നത് ഞങ്ങളാണ്. വി ആർ അൺഫോർച്ചുനേറ്റ്. നിങ്ങളുടെ ഒരു പവർ ഗെയിമിൽ ഞങ്ങളുടെ രാജ്യം, വളരെ ശാന്തന്മാരായ ആളുകളുടെ രാജ്യമാണ് ലെബനൻ, അത് പെട്ടുപോയി. അത് പവർ ഗെയിമിൽ ക്രോസ് ഫയറിൽ പെട്ടുകിടക്കുകയാണ്. അതുകൊണ്ട് കനിവിൻ്റെ അംശമെങ്കിലും ഉണ്ടെങ്കിൽ ലെബനനിൽ സമാധാനം കൊണ്ടുവരാൻ കഴിയണം. ലെബനൻ ഇതിൻ്റെ ഒന്നും പാർട്ടിയല്ല, ആരും ശത്രുവായി കരുതേണ്ട രാജ്യമല്ല. പക്ഷേ ലെബനൻ്റെ മണ്ണ് ഇസ്രായേൽ വിരുദ്ധതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ, ഇസ്രായേൽ അത് വളമായി കണ്ടുകൊണ്ട് അതിശക്തമായി ലെബനനെ ആക്രമിക്കുമ്പോൾ ഇസ്രായേലിനറിയാം ഇറാൻ പ്രകോപിതരാകും, ഇറാൻ ആക്രമിക്കും. അത് തന്നെയാണ് ഇസ്രായേലിന് വേണ്ടത്. ഇറാൻ ഒന്ന് ആക്രമിച്ച് കിട്ടിയിട്ട് വേണ്ടേ ഡിസ്പ്രപ്പോർഷനേറ്റായി പ്രത്യാക്രമണം നടത്തി ഇറാനെ പരമാവധി തകർക്കാൻ. അതൊരു തക്കമല്ലേ? ഇതാണ് ഗെയിം പ്ലാൻ. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ കോർട്ടിൽ ഇപ്പോൾ നിലവിലുള്ള പന്ത് വളരെ സമർത്ഥമായി സമാധാനത്തിന് വേണ്ടി ഉപയോഗിക്കാം, കംപ്ലീറ്റ് ഡിസ്ട്രക്ഷന് വേണ്ടിയും ഉപയോഗിക്കാം. ദ ചോയ്സ് ലൈസ് വിത്ത് മിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു. ഓക്കെ, എന്തായാലും വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്. പന്ത് എന്തായാലും ഇസ്രായേലിൻ്റെ കോർട്ടിലാണ്. ഇനി ഇസ്രായേൽ എന്ത് ചെയ്യുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.